എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായി. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് കാണാതായത്. അങ്കണവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഭവം. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ കാണാതായിരിക്കുന്നു. ഈ പെൺകുഞ്ഞ് അമ്മയ്ക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കുഞ്ഞിനെ കാണാതായതെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്കണവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് പെൺകുഞ്ഞിനെ കാണാതായത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം തിരുവാങ്കുളത്താണ് ഈ സംഭവം. 3 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന ഈ പെൺകുഞ്ഞിനെയാണ് 3 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെയാണ് കാണാതായത്. ആജ്ഞ രവീന്ദ്രൻ ചേർന്ന വിവരങ്ങളുമായി. ആജ്ഞ, വിശദാംശങ്ങൾ. അംഗനവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടുപോയതിനിടയിലാണ് ഈ 3 വയസ്സുകാരെ ആ യാത്രക്കിടയിലാണ് കാണാതായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം തിരുവാങ്കുളം സ്വദേശിനിയായ 3 വയസ്സുള്ള കല്യാണി എന്ന പെൺകുട്ടിയാണ് കാണാതായിട്ടുള്ളത്. വൈകിട്ട് 3:30 അംഗൻവാടിയിൽ നിന്നും കുട്ടിയുമായിട്ട് പോയ അമ്മ രാത്രി 7:30 വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തുമ്പോൾ മകളൊപ്പം ഉണ്ടായിരുന്നില്ല. ഈ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അമ്മ പറയുന്നത് ആലുവയിൽ വെച്ചാണ് കാണാതായത് എന്നാണ്. അതേസമയം 3:30 അംഗൻവാടിയിൽ നിന്നും കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. ബസ്സിൽ വെച്ച് മിസ്സായതാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. അത് ഏത് തരത്തിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും എറണാകുളം തിരുവാങ്കുളത്താണ് പോലീസ് ഈ കുഞ്ഞിനെ കാണാതായിട്ടുള്ളത്. 3.5 വയസ്സുള്ള പെൺകുട്ടിയാണ്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പോലീസ് എൻക്വയറി തുടരുകയാണ്. ഈ സംഭവം ഇതെപ്പോഴാണ് ഈ പെൺകുഞ്ഞിനെ കാണാതായത് ആജ്ഞ? അമ്മ രാത്രി 7:30 വീട്ടിലെത്തുന്ന സമയത്താണ് കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. 3:30 കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ പ്രതികരണം വ്യക്തമാകാത്തത് കൊണ്ട്, വന്നിട്ടില്ലാത്തത് കൊണ്ട് ഏത് സമയത്താണ് എന്നുള്ള കാര്യം അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. എന്തായാലും 3:30 അമ്മ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. 7:30 അമ്മ വീട്ടിലെത്തുന്നത്. ഇതിനിടയിലാണ് കുഞ്ഞിനെ മിസ്സായത്. വീട്ടിൽ അമ്മ തിരിച്ചെത്തുമ്പോൾ കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുഞ്ഞിനെ ബസ്സിൽ വെച്ച് കാണാതായി എന്നാണ് അമ്മ പ്രാഥമികമായി പറയുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നതുള്ളൂ. എന്നാൽ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നിട്ടുണ്ട്. ആജ്ഞ, ഈ പെൺകുഞ്ഞ് ബസ്സിൽ വെച്ചാണ് കാണാതായത് എന്ന് പറയുന്നു. അക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇത് എന്ത് ബസ്സാണ്? പ്രൈവറ്റ് ബസ്സാണോ അല്ലെങ്കിൽ KSRTC ബസ്സാണോ? ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇത്തരം കാര്യങ്ങളൊന്നും ലഭ്യമല്ല. കാരണം അമ്മയുടെ മൊഴി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അമ്മ യാത്ര ചെയ്ത ഏത് ബസ്സാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് കുഞ്ഞിനെ ഈ യാത്രക്കിടയിലാണ് കാണാതായത്. ആലുവയിൽ വെച്ചാണ് കാണാതായതെന്നൊരു അമ്മയുടെ ഒരു അഭ്യൂഹം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. അമ്മ പറയുന്ന ആലുവയിൽ വെച്ചാണ് കുട്ടിയെ കാണാതായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ പറഞ്ഞതുപോലെ 3:30 കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. 7:30 അമ്മ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഏത് തരത്തിലാണ് കുഞ്ഞിന് മിസ്സായതാണോ, ഏത് തരത്തിലാണുള്ള സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ. 3 കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിയെന്ന് പറയുന്നു. 7 അമ്മ വീട്ടിലെത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ ഒരുപാട് മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ വെച്ച് തന്നെയാണ് കുഞ്ഞിനെ കാണാതായത് എന്നത് ഉറപ്പിക്കാൻ സാധിക്കുമോ ആജ്ഞ? അമ്മയ്ക്ക് അതുപോലെ തന്നെ കൂടുതൽ വ്യത്യസ്തമായ മൊഴികളാണ് അമ്മ പോലീസിന് നൽകുന്നതെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അമ്മയ്ക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ വ്യത്യസ്തമായ മൊഴികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വിവരം വ്യക്തമായിട്ടുണ്ട്. എന്നാലും കുട്ടിയെ അമ്മയുടെ ഒപ്പമാണ് കാണാതായിട്ടുള്ളത്. കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് കുട്ടി അമ്മയോടൊപ്പം ഈ 3:30 അംഗൻവാടിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അമ്മയുടെ ഇപ്പോൾ അമ്മയുടെ അറിവനുസരിച്ചിട്ടാണ്, അമ്മയോട് സംസാരിച്ച ശേഷമാണ് പോലീസ് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ആലുവ റൂറൽ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം പോലീസ് വിവരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത്
എല്ലാ റൂറൽ ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലും വിവരം നൽകിയിട്ടുണ്ട്. ഇത് അതേസമയം ഈ അമ്മയുടെ മൊഴി അനുസരിച്ച് ഈ മറ്റൊരു കാര്യം കൂടി 0484 ക്ഷമിക്കണം, നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. അങ്ങനെ ഒരു നമ്പർ പോലീസ് നമ്മൾക്ക് നൽകുന്നുണ്ട്. അതായത് ഈ വിവരം ലഭിക്കുകയാണെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി എല്ലാ റൂറൽ ജില്ലയിലെ എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിക്കാമെന്നുള്ള തരത്തിൽ ഒരു നമ്പർ പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ നമുക്ക് ഡിസ്പ്ലേ കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ അത് ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലല്ല. പക്ഷെ പറഞ്ഞിരുന്ന ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച് ആ കോള് കട്ടായി പോയതുകൊണ്ടാണ് എനിക്കിത് പൂർത്തിയാക്കാൻ കഴിയാത്തത്. എന്തായാലും നമുക്ക് ന്യൂസ് 18 സ്ക്രീനിൽ തന്നെ വിവരം അറിയിക്കേണ്ട നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായും ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ആജ്ഞ വിവരങ്ങൾ തേടിക്കൊള്ളു. എന്തായാലും കല്യാണി എന്ന പെൺകുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. വിവരങ്ങൾ അറിയിക്കേണ്ട നമ്പറുകൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 04713542 എന്ന ഈ നമ്പറിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ കുഞ്ഞിനെ കാണാനോ കുഞ്ഞിന്റെ വിവരങ്ങൾ അറിയിക്കാനോ സാധിക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ്.